മക്കളെ നന്നായിട്ടുണ്ട് കേട്ടോ ഡ്രസ്. താങ്ക് യു. ചേരുന്നുണ്ട്, നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു മലയാളി മങ്കയുടെ പാട്ടുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഏതാണ്? ഗസ് ചെയ്യാൻ പറ്റോ? ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒത്തിരി പാട്ടുകളല്ലേ നമ്മള്. തിരുവാതിര പാട്ടാ. മനസ്സിലായി. പാർവതി ദേവി. ആ ക്ലോസ്. അർവണേന്ദുമുഖി അല്ലേ? അതെ അതെ. ഇനിയിപ്പോ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? അതെ. വേദിക കുട്ടി, എന്തോ എത്ര കലാരൂപങ്ങളാണ് അല്ലേ നമ്മുടെ കേരളത്തിലെ. കാണാൻ നല്ല മനോഹരമായിരുന്നു. നമ്മുടെ പാട്ടിലോട്ട് വന്നു കഴിഞ്ഞാല് ഓള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഈ ശ്രുതി കുറച്ചുകൂടെ ഒന്ന് ചേർന്നിരുന്നാൽ അത് ഭംഗിയായിരുന്നതിനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എപ്പോഴും
വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ ആ പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഭംഗിയായിട്ട് പാടാൻ പറ്റും. നന്നായിട്ട് പാടി, പക്ഷെ ഈ ഒരു സുഖം വരണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ രാഗവും അതിന്റെ ഭാവങ്ങളും വരികളും പിന്നെ എന്താണ് പറയുന്നത് ആ ഡാൻസും എല്ലാം കൂടെ ഒത്തു വരണമെന്നുണ്ടെങ്കിൽ ആ ശ്രുതി ഉണ്ടല്ലോ അവിടെ ആ സായിൽ ഇങ്ങനെ തറപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ആ പാട്ട് മുഴുവൻ അതിമനോഹരമായിരിക്കും കേൾക്കാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വേദിക കുട്ടി എന്തോ എന്തായാലും കാണാൻ നല്ല ഐശ്വര്യം, പാട്ടും വളരെ നന്നായിരുന്നു. അതുകൂടാണ്ട് അവരുടെ തിരുവാതിരക്കളിയും എല്ലാം ഭേഷായി. ഈ ശ്രീകുട്ടനങ്ങൾ പറഞ്ഞതിന് ഞാൻ പിന്താങ്ങുന്നു. ഓക്കേ. ശ്രുതി ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി മനോഹരായിരുന്നേനെ. മനോഹര അല്ലായിരുന്നു എന്നല്ല പറഞ്ഞത്, നന്നായേനെ, ഒന്നും കൂടി നന്നായേനെ. നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു ചക്കരെ. താങ്ക് യു. മോള് നന്നായി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ലെ, മോക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോട് ശ്രദ്ധിച്ചാ അടിപൊളിയായിരിക്കും കേട്ടാ. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട്. ഇവിടെ വന്നതിന് ശേഷമുള്ള ജീവിതം പിന്നെ എങ്ങനെയാണ് മുന്നോട്ട്, എങ്ങനെ പോണു, എങ്ങനെ നോക്കിക്കാണുന്നു, ലൈഫ് എങ്ങനെ മാറി മറിഞ്ഞു? ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം. ടോപ്പ് സിംഗറിൽ വന്നതിന് ശേഷം മോക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ? പാട്ടിലങ്ങ് ഇമ്പ്രൂവ് ആയി. ഒന്ന് ഒരു 5 പോയിന്റ് എങ്കിലും പറയണം. ജനസമ്മതി കൂടി. ഇല്ലേ, എല്ലാരും തിരിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങി. എല്ലാവരും എന്നെ പതുക്കെ പതുക്കെ അറിയാൻ തുടങ്ങി. ശരി. ശരി. പിന്നെ സ്വീകരണങ്ങൾ സ്വീകരണം അതിലൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അല്ലേ. പുറത്ത് എന്തെങ്കിലും നടന്നോട്ടെ. Flex, ഞാൻ flex, പാട്ട് പഠിക്കുന്നു, flex. പാട്ട് പാടുന്നു. അതില്ല. ഫ്ലെക്സ് ഇല്ല. ഇല്ല. താല്പര്യമില്ല അതിലൊന്നും. ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്ന ഒരു കുട്ടിക്ക് ഫ്ലെക്സ് ഇല്ല. എന്നാ ഫ്ലക്സ് വരട്ടെ, അധികം വൈകാതെ. ഇഷ്ടം പോലെ ഇല്ല, ഫ്ലക്സുകൾ അതിലൊന്നും ഉയരട്ടെ. താല്പര്യം ഇല്ലാന്ന് തോന്നാ. താല്പര്യമല്ല, ഫ്ലെക്സ് ഇട്ടിട്ടില്ല. ഇട്ടിട്ടില്ല. ഞാൻ പക്ഷെ ഫ്ലെക്സിബിൾ ആണ്. അങ്ങനെ. ഏത് സാഹചര്യമായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് അതെ, അതെ, അതെ. പോയിക്കൊണ്ടിരിക്കും. So we are giving you 97 out of 100. താങ്ക് യു. ആദ്യ ഒരു തനി നാടൻ പൊക്കുറ്റി. ചിലർ ഓരോ രീതിയിലാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നത്. ചിലർ എത്ര സന്തോഷം വന്നാലും അത് അമിതമായിട്ട് കാണിക്കുന്നില്ല. അങ്ങനത്തെ ഒരു മോളാണ്. എല്ലാം ഒരു കണക്കിന് അത് minimal വളരെ നല്ലതാ. ആ. വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയും ദുഃഖത്തിൽ അമിതമായി കരയാതിരിക്കുകയും ചെയ്താണ് ഏറ്റവും വലിയ നല്ല കാര്യം. ഇപ്പോൾ ഒരു ന്യൂട്രലിൽ പോകണം നമ്മൾ Yes, അല്ലേ. yes. Yeah. അങ്ങനെ ഒരു തത്വചിന്തയോടുകൂടി ഇന്നത്തെ ഈ പെർഫോമൻസ് അവസാനിപ്പിക്കുന്നു. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക്